Good day, all of you. I'm Dr. Monisha Mohan. പ്രഗ്നൻസി സമയത്ത് നമ്മൾ ലേഡീസിൻ്റെ അടുത്ത് എപ്പോഴും ഇടതുവശത്ത് ചരിഞ്ഞ് കിടക്കാനായിട്ട് പറയാറുണ്ട്. അതായത് പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ അടുത്ത് ഇടതുവശത്ത് ചരിഞ്ഞ് കിടക്കാൻ പറയാറുണ്ട് അല്ലേ. കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന വെസൽസ് ആയിട്ടുള്ള അയോട്ര, ഇൻഫീരിയർ വെന കവ, ഇതൊക്കെ യൂട്രസിൻ്റെ പിറകു വശത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ അവിടെയാണ്. അപ്പോൾ ഈ വയറൊക്കെ വലുതായി വരുന്ന സമയത്ത് ഈ അമ്മ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് വെസൽസ് ഒരു ചെറുതായിട്ട് കംപ്രസ് ചെയ്ത് പോകാനും പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോ കുഞ്ഞിന് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ബേബിക്ക് കിട്ടാതിരിക്കാനും, അത് കാരണം ബേബിക്ക് ബോഡി വെയിറ്റ് കുറയുക അല്ലെങ്കിൽ പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുക, ഓക്സിജൻ സപ്ലൈ കുറയുക, ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അമ്മ എപ്പോഴും ഇടതുവശത്ത് ചരിഞ്ഞ് കിടക്കുമ്പോൾ ഈ അയോട്ര പോലെയുള്ള ഈ ബ്ലഡ് വെസൽസ് കൂടെ പ്രോപ്പറായിട്ട് ഉള്ള ബ്ലഡ് ഫ്ലോ കുഞ്ഞിന് കിട്ടുകയും ഇങ്ങനത്തെ ബോഡി വെയിറ്റ് കുറയുക അല്ലെങ്കിൽ പ്രോപ്പർ ഗ്രോത്ത് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഓക്സിജൻ സപ്ലൈ കുറയുക, ഈ അവസ്ഥയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് എപ്പോഴും ഈ പ്രഗ്നൻസി സമയത്ത് അമ്മമാരെ ഇടത് സൈഡ് തിരിഞ്ഞ് കിടക്കണമെന്ന് അല്ലെങ്കിൽ ചരിഞ്ഞ് കിടക്കണമെന്ന് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്.